സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡിൻ്റെ വികസന സ്പന്ദനങ്ങളിലൂടെയാണ് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൻ്റെ ഇന്നത്തെ യാത്ര. തീരപ്രദേശവും തെങ്ങിൻ തോപ്പുകളും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാസർഗോഡിൻ്റെ വികസന പദ്ധതികളെല്ലാം ബേക്കൽ കോട്ട പോലെ ഉറപ്പുള്ളതാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. തീരദേശ ഹൈവേ, റോഡുകളുടെ നവീകരണം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ആധുനികവൽക്കരണം എന്നിവയ്ക്കായി എൻ.എ. നെല്ലിക്കുന്ന് MLA കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലും മാറ്റത്തിന്റെ കാറ്റ് വീശിയിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രധാന ഗവൺമെന്റ് സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിനും പുതിയ ലാബുകളും ക്ലാസ് മുറികളും നിർമ്മിക്കുന്നതിനുമായി വിദ്യാകിരണം പദ്ധതി വഴി ഓരോ സ്കൂളിനും 3 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ അനുവദിച്ചിട്ടുണ്ട്. അടിക്കത്ത് ബയൽ UP സ്കൂൾ, ചന്ദ്രഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ, കൊലിയടുക്കം UP സ്കൂൾ, മുല്ലയാർ മാപ്പിള UP സ്കൂൾ, ആലമ്പടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലൻകര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കായി വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 18 കോടിയോളം രൂപയാണ് മുടക്കിയത്. കൂടാതെ പട്ടികവർഗ വികസന വകുപ്പിനായി ബദിയടുക്കയിൽ നിർമ്മിച്ച പ്രിമിട്രിക് ഹോസ്റ്റലിനായി 4.7 കോടി രൂപയും മുടക്കി. കല്ലട പെരള ഉക്കിനട്ക റോഡ് വികസനത്തിനായി 27.39 കോടി രൂപയാണ് വകയിരുത്തിയത്. ബദിയടുക്ക ശൂല്യപാതുവ റോഡ് വികസനത്തിനായി 45.58 കോടി രൂപയും വകയിരുത്തി.
ബോവിക്കാനം കാന്തൂർ കുറ്റിക്കോൾ റോഡിന് 54.20 കോടി രൂപയാണ് അനുവദിച്ചത്. $50.58 കോടി രൂപയുടെ തീരദേശ ഹൈവേ നിർമ്മാണ ഘട്ടത്തിലാണ്. മണ്ഡലത്തിന്റെ തലവര മാറ്റാൻ ഈ ഹൈവേക്ക് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പ് പാലം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി കിഫ്ബി വലിയ തുക അനുവദിച്ചിട്ടുണ്ട്. മാസ്കുമാരി കുരുടപ്പതവ് റോഡിന്റെ 4.215 കിലോമീറ്റർ നവീകരണത്തിനായി ഏകദേശം 4.81 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ 2026 ഫെബ്രുവരിയിൽ കണക്കുകൾ പ്രകാരം ടെൻഡർ നടപടികളിലാണ്. ആരോഗ്യമേഖലയിലും സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ നിലവാരം ഉയർത്തുന്നതിനും പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിനുമായി കിഫ്ബി വഴി വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ജില്ലയിൽ തന്നെ ലഭ്യമാകും. വനം വകുപ്പിന് കീഴിലുള്ള ചെക്ക് ഡാമുകളുടെ നിർമ്മാണം, സ്പോർട്സ് കോംപ്ലക്സുകൾ എന്നിവയ്ക്കും കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദീർഘവീക്ഷണമുള്ള പദ്ധതികളിലൂടെ കാസർഗോഡ് വികസനത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലം ഇതേവരെ കാണാത്ത സ്വപ്ന നേട്ടത്തിലേക്ക്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വിവിധ പദ്ധതികളിലൂടെ ഉദുമയുടെ ഉയർച്ച വർദ്ധിച്ചിരിക്കുകയാണ്. ഉദുമയുടെ വികസന കാഴ്ചകളിലേക്ക്. കാസർഗോഡ് താലൂക്കിൽ ഉൾപ്പെടുന്ന ചെമ്മനാട്, ദേലമ്പാടി, ബേദടുക്ക, മൂളിയാർ, കുറ്റിക്കോൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഹോസ്ദുർഗ് താലൂക്കിലെ പള്ളിക്കര, പുല്ലൂർ, പെരിയ, ഉദുമ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് ഉദുമ നിയമസഭാ മണ്ഡലം. $1500 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കി വരുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ഉദുമ മണ്ഡലത്തിൽ ഏകദേശം 500 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. കിഫ്ബി പദ്ധതിയിലൂടെ ഉദുമ മണ്ഡലത്തിൽ ഏകദേശം 500 കോടിയോളം രൂപയുടെ പ്രവൃത്തികളാണ് നടന്നിരുന്നത്. ഏകദേശം 45 കോടിയോളം രൂപയുടെ സ്കൂൾ കെട്ടിടം ഞങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തിനും ആരോഗ്യരംഗത്തിനും പ്രാധാന്യം നൽകിയുള്ള വികസനത്തിനാണ് മണ്ഡലത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. 45 കോടി രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങളാണ് ഇതിനോടകം പൂർത്തിയായത്.
ബേഡകം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി 14 കോടി രൂപയുടെ കെട്ടിടമാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അതുപോലെ വിവിധ മേഖലകളിൽ ഈ കിഫ്ബി പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം നടന്നതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദുമ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇത്രയും അധികം പ്രവൃത്തികൾ ഒരു കാലത്ത് നടന്നിട്ടില്ല. മുൻകാലങ്ങളിൽ ബഡ്ജറ്റിൽ വരുന്ന ഏതാനും പ്രവൃത്തികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ കിഫ്ബി വഴി മിക്കവാറും റോഡുകൾ മെക്കാടം ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മിക്കവാറും സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ 12ഓളം സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പ്രധാന ഹൈസ്കൂളുകൾക്ക് 3 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെയും ചെറിയ വിദ്യാലയങ്ങൾക്ക് 1 കോടി രൂപ വരെയും ഇതിന്റെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട്. പെരിയയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും നിർമ്മാണത്തിനായി 1.69 കോടി രൂപയാണ് അനുവദിച്ചത്. ബേഡകം പഞ്ചായത്തിനെയും മൂളിക പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഛോട്ടാ പാലത്തിനായി 20 കോടി രൂപയാണ് അനുവദിച്ചത്. ഇത് പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ തെക്കിലാലട്ടി റോഡ് ഏറ്റവും സുപ്രധാനമായ റോഡാണ്. ചെമ്പനാട് പഞ്ചായത്ത്, ബേഡകം പഞ്ചായത്ത്, കുറ്റിക്കോൽ പഞ്ചായത്ത് 3 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന കർണാടകയുമായി ബന്ധപ്പെടുന്ന ഒരു ഇന്റർ സ്റ്റേറ്റ് റോഡാണ് തെക്കിലാലട്ടി റോഡ്. ഏകദേശം 100 കോടി രൂപയാണ് ആ റോഡിന് വേണ്ടി ചെലവഴിച്ചത്. കുറ്റിക്കോൽ, ബേത്തൂർപ്പാറ, എരിഞ്ഞിപ്പുഴ, ബോവിക്കാൻ റോഡ് 60 കോടിയോളം രൂപയുടെ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. മണ്ഡലത്തിലെ മലയോര മേഖലയെയും തീരദേശത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ തേക്കിൽ അലട്ട് റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചത് വികസന പാതയിലെ സുപ്രധാന നേട്ടമാണ്. പള്ളിക്കര റെയിൽവേ ഗേറ്റിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മേൽപ്പാലത്തിനായി ഏകദേശം 40 കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. ഉദുമ മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി തീരദേശ ഹൈവേയുടെ ഭാഗമായുള്ള റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്കും വലിയ തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റിക്കോലുള്ള ആൺകുട്ടികൾക്കായി നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മാണത്തിനായി 4.2 കോടി രൂപയാണ് അനുവദിച്ചത്. ഒരു സാംസ്കാരിക നിലയമാണെങ്കിൽ നീലേശ്വരം മടിക്കയിലെ 40 കോടി രൂപ ചെലവഴിച്ച TS തിരുമുമ്പ് സ്മാരക സാംസ്കാരിക നിലയം വന്നു. EMS സ്റ്റേഡിയം നീലേശ്വരത്ത് തന്നെ വന്നു. അങ്ങനെ എടുക്കുകയാണ്. അതുപോലെ തന്നെ കുമ്പള ടു മുള്ളേരിയ വരെയുള്ള 140 കോടി രൂപ ചെലവഴിച്ചുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള റോഡ് വന്നു. ആ രൂപത്തിലെല്ലാം ഏറ്റവും വലിയ വികസനമാണ് ജില്ലയിലും അതിൻ്റെ ഭാഗമായി ഉദുമ മണ്ഡലത്തിൽ നടന്നത്. മണ്ഡലത്തിലെ വിവിധ ശുദ്ധജല വിതരണ ശൃംഖലകളുടെ നവീകരണത്തിനായി ജലവിഭവ വകുപ്പ് വഴി കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തുന്നു. കൂടാതെ താലൂക്ക് ആശുപത്രികളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും തുക അനുവദിച്ചിട്ടുണ്ട്. ബേക്കൽ ടൂറിസം മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കോവളം ബേക്കൽ ജലപാതയ്ക്കും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി വലിയൊരു തുക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ഒരു വികസന പ്രവർത്തനമാണ് ജില്ലയിലും പ്രത്യേകിച്ച് ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇത് കിഫ്ബി എന്ന പദ്ധതിയിലൂടെ ആ പദ്ധതി ആവിഷ്കരിച്ചതിന് പരമായിട്ട് വന്നാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. കിഫ്ബി പദ്ധതിയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പദ്ധതി എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.
മണ്ഡലത്തിൻ്റെ മനസ്സറിഞ്ഞുള്ള ഈ വികസന സങ്കല്പമാണ് ഉദുമയെ വ്യത്യസ്തമാക്കുന്നത്.